അസ്സലാമു അലൈക്കും എവരിവൺ. ഇന്നത്തെ റെസിപ്പി പൈനാപ്പിൾ പച്ചടിയാണ്. വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡിഷാണ് കേട്ടോ ഇത്. ഒരു ഫുൾ പൈനാപ്പിൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തു. അത് ഒരു ബൗൾ നിറച്ചുണ്ട്. അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിലോട്ട് ഒരു വെല്ലം ശർക്കരയും ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. 1 ടീസ്പൂൺ ഫുൾ ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലൊരു 1/4 പോർഷൻ പൈനാപ്പിൾ ഞാൻ കട്ട് ചെയ്യാണ്ട് മാറ്റി വെച്ചത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തു. വെള്ളം ചേർക്കാണ്ടേയും വെള്ളം ചേർത്തിട്ട് മരയ്ക്കാം. ഇവ നേരെ അങ്ങ് ചേർത്ത് കൊടുത്തു. ശേഷം ആവശ്യത്തിന് വെള്ളം, ഈ മിക്സി കഴുകിയിട്ടുള്ള വെള്ളം തന്നെ എടുത്ത് ഒഴിച്ചു. ഈ സമയം മിക്സിയിൽ ഒരു ജാറെടുത്ത് 1 കപ്പ് തേങ്ങ, അതുപോലെ 3 പച്ചമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ശേഷം 1 ടീസ്പൂൺ തന്നെ കടുകും ഇതിലോട്ട് ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെന്തിട്ടുള്ള പൈനാപ്പിളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പൈനാപ്പിളിലെ വെള്ളം അത്യാവശ്യത്തിന് വറ്റാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ശേഷമാണ് ഞാൻ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ എനിക്ക് വന്നൊരു അമളി എന്താണെന്ന് വെച്ചാൽ നല്ല ലൂസായിട്ടുള്ള തൈരാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തത്. അതായത് മോര് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ പച്ചടിയുടെ കൺസിസ്റ്റൻസി കുറച്ച് ലൂസായിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് മധുരം കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി തൈര് ഒഴിച്ച ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി വേറെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചേർത്ത് കടുക് പൊട്ടിച്ചു കൊടുത്തു. ശേഷം കറിവേപ്പിലയും അതുപോലെ ഉണക്കമുളകും ചേർത്ത് കൊടുത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിത് നേരെ പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ അടിപൊളി പൈനാപ്പിൾ പച്ചടി റെഡിയായി. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഒരു 15 to 20 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.